ഹലോ, വെൽക്കം ടു അനദർ ഡേ ഓൺ പാരഡൈസ്. ഇത് ജർമ്മനിയിലെ ഞങ്ങൾ താമസിക്കുന്ന ഐലൻഡിലെ വീട്ടിൽ നിന്നുള്ള മോർണിംഗ് വ്യൂ ആണ്. ഇന്ന് കുറച്ച് ഫോഗി ആയിട്ടുള്ളൊരു ദിവസമാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ ഐലൻഡിലേക്കുള്ള എൻട്രൻസ് ഇവിടുന്ന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഞങ്ങൾ ഏകദേശം ഈ എൻട്രൻസിൻ്റെ അടുത്തായിട്ടാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ മിക്ക ദിവസവും സ്റ്റാർട്ട് ചെയ്യുന്നത് ജോർജിൻ്റെ സൗണ്ട് കേട്ടുണ്ട്. ജോർജ് ഞങ്ങളുടെ ജർമ്മൻ നെയ്ബറിൻ്റെ ഡോഗാണ്. ജോർജ് ഈ നോക്കി നിൽക്കുന്നത് ജോർജിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെയാണ്, മാലു. ഇതാണ് മാലു. ജോർജ് ഇവിടെ ഉണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോഗ്സുമായിട്ട് വരുന്നവരുടെ ഒരു മീറ്റിംഗ് പോയിന്റും കൂടെയാണ്. ഇതെൻ്റെ ഫോണിലെ ഒരു പഴയ വീഡിയോ ആണ്. എല്ലാവരും കുറച്ചു നേരം നിന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് നടന്നു പോകും. ഇനി നമുക്ക് ഈ സ്ട്രീറ്റിലൂടെ കുറച്ച് നടന്ന് ഇവിടുത്തെ കുറച്ച് വ്യത്യസ്തമായ സ്പ്രിംഗ് കാഴ്ചകൾ കാണാം. ഇത് ഞങ്ങളുടെ നെയ്ബേഴ്സ് വളർത്തുന്ന ആടുകളാണ്. ഈ സ്ട്രീറ്റിലുള്ളവർ കുക്ക് ചെയ്തിട്ട് ബാക്കി വരുന്ന വെജിറ്റബിൾസും അഴുക്കായിട്ടുള്ള ബ്രെഡ്സൊക്കെ ഇവർക്ക് കൊണ്ടു കൊടുക്കും. നമ്മളെ കാണുമ്പോൾ തന്നെ ഇവർക്കറിയാം കാര്യമായിട്ട് എന്തോ കിട്ടും. ഇവിടുന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് നടക്കുമ്പം ഈ ഹൗസിൽ തന്നെ അവരുടെ ഗ്രീൻ ഹൗസിൽ ഗ്രോ ചെയ്യുന്ന വെജിറ്റബിൾസ് ഫ്രണ്ടിൽ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് ഓപ്പൺ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. നമ്മൾക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് എടുത്ത് അതിൻ്റെ പൈസ ആ ബോക്സിനകത്ത് ഇട്ടാൽ മതി. പിന്നെ സീസൺ അനുസരിച്ച് വെജിറ്റബിൾസ് മാറും. പൊതുവെ റൈഷ്നാവ് ഐലൻഡിൽ കള്ളത്തരങ്ങളോ ക്രൈംസോ ഒന്നുമില്ല എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓരോ വീട്ടുകാർക്കും സെയിൽ ചെയ്യാനുള്ള സാധനങ്ങൾ അവർ അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഓപ്പണായിട്ട് തന്നെയാണ് വെക്കുന്നത്. ഇനി ഇവർക്ക് തന്നെ ആടുകൾ കൂടാതെ കോഴികളും ഉണ്ട്. അതിൻ്റെ സൈഡിൽ തന്നെയാണ് വളർത്തുന്നത്. ഈ ഒരു ഫ്രെയിം കാണുമ്പോൾ ഇത് ജർമ്മനിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പലപ്പോഴും എനിക്കിവിടെ വന്ന് നിൽക്കുമ്പോൾ പണ്ട് അമ്മച്ചിയുടെയൊക്കെ വീട്ടിൽ പോകുന്ന ഓർമ്മ വരാറുണ്ട്. ഈ സ്ട്രീറ്റിലെ എല്ലാ വീടുകൾക്കും ലേക്കിലേക്ക് പ്രൈവറ്റ് ആക്സസ് ഉണ്ട്. പിന്നെ മുമ്പോട്ട് നടക്കുമ്പോൾ പല വീടുകളുടെ ഫ്രണ്ടിലായിട്ട് തേനീച്ചക്കൂടുകളും പിന്നെ കോഴികളെയും ഒക്കെ വളർത്തുന്നത് കാണാം. പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന തേന്, മുട്ട, പിന്നെ പച്ചക്കറിയുള്ളവർ പച്ചക്കറികളും ഇതൊക്കെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കാണാം. ഇതും ഒരുപാട് പച്ചക്കറികൾ കിട്ടുന്ന ഒരു വീടാണ്. ഈ വീടിൻ്റെ ബാക്കിലെ ഗ്രീൻ ഹൗസസിൽ ഇവിടുത്തെ അമ്മ വളർത്തുന്നതാണ് ഈ പച്ചക്കറികളെല്ലാം. വളരെ സന്തോഷത്തോടുകൂടി ഹോബി പോലെ ചെയ്യുന്നൊരു കാര്യമാണ്. ഓരോ സ്പ്രിംഗ് ആകുമ്പോഴും ഭയങ്കര സന്തോഷത്തോടെയാണ് ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്ത് പച്ചക്കറികളൊക്കെ കൊണ്ട് വെക്കുന്നത്. ഞങ്ങൾ ഇവിടുന്ന് ഒരുപാട് സാലഡ് ലീവ്സ് എടുക്കാറുണ്ട്. ഈ ബോക്സിൽ നിറയെ സ്പൈസസും സാലഡ് ലീവ്സുമാണ്. പിന്നെയും മുമ്പോട്ടേക്ക് നടക്കുമ്പം ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച മൊണാസ്ട്രിയും ഇവിടുത്തെ ഒരു ചർച്ചിൻ്റെയും കോമ്പൗണ്ട് എത്താം. ഇതൊരു വലിയ കോമ്പൗണ്ടാണ്. നമ്മൾ അന്ന് കണ്ടത് ഈ ചർച്ചിൻ്റെയും മൊണാസ്ട്രിയുടെയും ഫ്രണ്ട് പോർഷനായിരുന്നു. ഇതതിൻ്റെ മറ്റൊരു ഭാഗമാണ്. ഇതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ മറ്റൊരു എപ്പിസോഡായിട്ട് തന്നെ ചെയ്യാം. ബിക്കോസ് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാനും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങളുമാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായി ലേക്കിലേക്കുള്ള എൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ആ ബോട്ട് കിടക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്.
ദേ അവിടെയായി കുറേ അരയന്നങ്ങളൊക്കെ നീന്തുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും 10 ഇരട്ടി ഭംഗിയാണ് ഇതിവിടെ നിന്ന് ഈ കാഴ്ച കാണാനായിട്ട്. ഭയങ്കര പീസ്ഫുള്ളാണ്. എത്ര നേരം ഇവിടെ ഇരുന്നാലും നമുക്ക് മതിയാവില്ല. ഇനി ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് ഗാർഡനുള്ള ഒരു ഓൾഡ് ഹൗസാണ്. ഇത് ഇവിടുത്തെ തന്നെ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ഹൗസസ് ആണ്. ഹാഫ് ടിമ്പേർഡ് ഹൗസസ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇതിൽ ഈ വിസിബിൾ ആയിട്ടുള്ള വുഡൻ ബീംസ് ആണ് ഇതിൻ്റെ പ്രത്യേകത. ഇങ്ങനത്തെ ഹൗസസ് ഈ സ്ട്രീറ്റിൽ തന്നെ കുറച്ചേ ഉള്ളൂ. അതിൽ ഒരു ഹൗസിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങൾ താമസിക്കുന്ന വീടിന് ഏകദേശം 300 വർഷമോളം പഴക്കമുണ്ട്. അങ്ങേ അറ്റം തൊട്ട് കാണുന്ന പൂക്കളെല്ലാം ഈ വീടിൻ്റെ ഗാർഡൻ്റെ പാർട്ടാണ്. ഈ താഴെ കാർപ്പറ്റ് പോലെ കാണുന്ന ഈ പൂക്കളെല്ലാം സ്പ്രിങ്ങിൽ കിളുത്ത് വന്നതാണ്. ഇതിൻ്റെ ബൾബ്സ് ഒക്കെ ഈ മണ്ണിനടിയിൽ തന്നെ കിടക്കുകയും സ്പ്രിങ് ആകുമ്പോൾ പിന്നെയും പൊട്ടിക്കിളുത്ത് പൂക്കൾ പിടിക്കുകയും ചെയ്യും. പക്ഷേ സീസൺ അനുസരിച്ച് ഇവിടുത്തെ പൂക്കളെല്ലാം മാറിക്കൊണ്ടേയിരിക്കും. സമ്മർ ആകുമ്പം ഈ വീടിൻ്റെ വിൻഡോസിൽ വരെ പൂക്കളാണ്. കാണാൻ ഭയങ്കര ഭംഗിയാണ്. പ്രായമുള്ള ഒരമ്മയാണ് ഇവിടെയും ഈ ഗാർഡൻ്റെ മെയിൻ്റനൻസ് എല്ലാം ചെയ്യുന്നത്. ഇവിടുത്തെ ആളുകൾ ഗാർഡന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന ടൈമും എഫേർട്ടും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഭയങ്കര ഒരു ഇൻസ്പിറേഷനാണ്. എല്ലാ പ്രായത്തിലുള്ള ആളുകളും സ്പ്രിംഗ് ആയി കഴിഞ്ഞാൽ അവരുടെ ഗാർഡൻ വളരെ ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ആ ദൂരെ കാണുന്നതാണ് നമ്മൾ നേരത്തെ കണ്ട ചർച്ചിൻ്റെ മറ്റൊരു ഭാഗം. ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു. ചർച്ചും അതിനോട് ചേർന്നുള്ള മൊണാസ്ട്രിയുടെയും കോമ്പൗണ്ടാണത്. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പഴയ കൺസ്ട്രക്ഷൻസിലുള്ള കുറച്ച് വീടുകളൊക്കെ കാണാം. ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എല്ലായിടത്തും കൃഷിയിടങ്ങളും കൃഷിയുടെ ആവശ്യങ്ങൾക്കായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റും. ഇത് നമ്മൾ നടക്കുന്ന വഴിയിലുള്ള ഒരു ഗ്രീൻ ഹൗസാണ്. ഇവിടെ ഇപ്പം ഫുള്ള് സാലഡ്സ് ആണ് കൃഷി ചെയ്തിരിക്കുന്നത്. കുറച്ചും കൂടെ കഴിയുമ്പോൾ ഇനി ടൊമാറ്റോസും കുക്കുംബറും ഒക്കെ വരാൻ തുടങ്ങും. ഇപ്പം മെയിൻലി സാലഡ്സ് ആണ്. പിന്നെ സ്വീറ്റ് പൊട്ടറ്റോസും ഞാൻ കാണാം. നമ്മൾ നടന്ന് ഇവിടുത്തെ ഒരു മെയിൻ റോഡ് ക്രോസ് ചെയ്ത് നമ്മളുടെ വീടിരിക്കുന്ന സ്ട്രീറ്റിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് വന്നിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ തിരിച്ച് ആ മെയിൻ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറം നമ്മളുടെ വീടിരിക്കുന്ന ഭാഗത്തേക്ക് നടക്കുക. ഇത് എൻ്റെ മറ്റൊരു ഫേവറേറ്റ് സ്പോട്ടാണ്. ഇവിടെ ഈ മുന്തിരിത്തോപ്പുകളുടെ ഇടയിലായിട്ട് ഒരു ബെഞ്ചുണ്ട്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് താഴെയുള്ള ലേക്കും പിന്നെ കുറച്ച് മാറി ഞാൻ പറഞ്ഞ 3 പള്ളികളിൽ ഒരു പള്ളിയുടെ ടവറും പിന്നെ അതിൻ്റെയും ബാക്കിലായിട്ട് സ്വിസ് ആൽപ്സ് നല്ല ക്ലിയറായിട്ട് മലനിരകൾ കാണാൻ പറ്റും. പക്ഷെ ഇന്ന് വെയിലുള്ളൊരു ദിവസം അല്ലാത്തതിനാൽ കുറച്ച് ഫോഗിയാണ്. അതുകൊണ്ട് നമുക്ക് അത്രയും മലകൾ കാണാൻ പറ്റുന്നില്ല. എന്നാലും ഇവിടെ ഇരുന്നുള്ള കാഴ്ച ഭയങ്കര ഭംഗിയാണ്. ഈ സ്പോട്ടിന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ആ കാണുന്നത് നമ്മൾ താമസിക്കുന്ന വീടാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡ് കാണാൻ പറ്റും. അപ്പം നമ്മൾ ഏകദേശം വീടിനടുത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിലൂടെ ഈ ഐലൻഡിൻ്റെ മറ്റു കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.